ഗായ്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മണിപ്പൂർ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരോടൊപ്പം ഇന്ന് നമ്മളെ സ്പോർട്സ് ഡേ. ഇതാണ് എൻ്റെ ബ്രദർ ഇൻ ലോ മിസ്റ്റർ സോച്ചി. ഫുള്ള് സാൻഡ്വിച്ച് ഇതൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ. നമ്മുടെ ഭാര്യ ഫുൾ പ്രിപ്പറേഷനിലൂടെ ഇന്ന് ഫുഡൊക്കെ. വാട്ട് യു നീഡ് ടുഡേ? സ്പോർട്സ് ഡേ. രാവിലെ അവൻ്റെ ഷൂ ഒക്കെ എടുത്ത് റെഡി ആയിരിക്കുക. അതന്നെ. എന്താ മലയാളം പറഞ്ഞേ? എന്താ എന്താ പേരെന്താ? നിന്റെ പേരെന്താ? നിന്റെ പേരെന്താ? അപ്പം ചെക്കന് കുറച്ചൊക്കെ മലയാളം അറിയാം അവനക്ക്. ഞാൻ പറയണൊക്കെ അവനക്ക് മനസ്സിലാവും, പക്ഷെ അവനക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ, അത്രേ ഉള്ളൂ. ഇവിടെ ഉണ്ടല്ലോ എല്ലാതും ഭയങ്കര ഒരു ഇട വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് കാറ് പാർക്കിങ്ങോ സമ്മതിച്ചു കൊടുക്കണം അവന്മാരെ. ഇതുണ്ടോ? ഈ ഇടവഴിയിൽ കൂടെ ഒക്കെ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇത് ആക്ച്വലി ഒരു ഫാം ഹൗസാണ്. ഫാം ഹൗസിൽ നമ്മൾ ആക്ച്വലി ഇത് റെൻറ്റിന് എടുക്കാൻ പറ്റും. ഹാഫ് ആൻ അവർ ബേസിസിൽ. ഹാഫ് ആൻ അവറിൽ 1200 റുപ്പീസ് കണ്ടിട്ട്. അപ്പോൾ ആക്ച്വലി ഇന്ന് ഇവിടെ ഫുട്ബോളാണ് നമ്മൾ കളിക്കാൻ പോണത്. ഇന്നലെ തന്നെ കളിച്ചിട്ട് എൻ്റെ ഇത് മാറിയിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് ചെറിയ ചെറിയ കോമ്പറ്റീഷനായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള, പിന്നെ കുട്ടികളും തമ്മിലുള്ള കോമ്പറ്റീഷനായിട്ടുള്ള ഇതായിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ബേസിക്കലി. നമുക്ക് ഈ സ്ഥലം ഒന്ന് കാണാം. ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നത് ബേസിക്കലി ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്ലാക്ക് മിസ്റ്റ് പ്രോ എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ. കുറച്ചൊരു സിനിമാറ്റിക് ടൈപ്പ് അതിൻ്റെ ഒരു ലുക്ക് തരും അതിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നു വെച്ചാൽ പറയണം കേട്ടോ. ഇത് ശരിക്കുള്ള ഗ്രൗണ്ട് അല്ല കേട്ടോ. വെച്ചാൽ ഇത് ടർഫാണ്. എല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. യാവിനെ ഓൾറെഡി ഫുട്ബോൾ പിടിച്ചു. ഗോൾ! അപ്പോൾ ഞാൻ കുറച്ച് നേരം നമ്മളെ മോൻ്റെ ഒപ്പം ഒന്ന് കളിക്കട്ടെ. ഇതൊക്കെ ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ മെമ്പേഴ്സ്. ഇതൊക്കെ എല്ലാവരും മണിപ്പൂരിൽ നിന്ന് എന്താ ഉഖ്രൂൽ അങ്ങനെ പല വില്ലേജസും ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് എല്ലാവരും നോർത്ത് ഈസ്റ്റുകാർ. അവരുടെ കമ്മ്യൂണിറ്റി ഇങ്ങനെ അവർ എല്ലാ മാസത്തിൽ 2-3 ഇങ്ങനെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ഇവർക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആട്ടോ. നോർത്ത് ഈസ്റ്റിൽ മണിപ്പൂരിൽ ഫുട്ബോൾ ഭയങ്കര ക്രേസാണ്. ക്രിക്കറ്റ് അങ്ങനെ ക്രേസ് ഒന്നുമില്ല ഇവിടെ. ഞാൻ കുറച്ച് കളിച്ചപ്പോഴത്തേനും ഇത് വേർക്കാൻ തുടങ്ങി. ഇനിയും കുറേ ആൾക്കാർ വരാനുണ്ട്. ഇതിപ്പോൾ പകുതിയായിട്ടുള്ളൂ. കുറേ ആൾക്കാർ വരാനുണ്ട്. ഛത്തർപൂർ ഫാംസിലാണ്. ഇവിടെ എല്ലാതും ഫാമിൻ്റെ ഏരിയയാണ്. അപ്പോൾ അവർ എല്ലാ വീക്കെൻഡ്സിലും ആൾക്കാർ ഇങ്ങനെ സ്ഥലങ്ങൾ റെൻറ്റിന് എടുത്തിട്ട് ഇങ്ങനെ വരാറുണ്ട്. ഇവിടെ ഈവൻ നമുക്ക് കോൺസേർട്ട് വരെ ചെയ്യാം. കണ്ട ഇവിടെ പിന്നിൽ കാണുന്ന ഒരു ഏരിയ കണ്ടില്ലേ? അത് ഫുള്ള് അവിടെ കൺസേർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ഉണ്ടാക്കിയിരിക്കുന്നത് അവർ. അപ്പോൾ ഷോസ് ചെയ്യുന്ന വെച്ചാൽ ഷോസ് ചെയ്യാം, ഫാമിലി ഗാദറിങ്സ്, അങ്ങനെ പലതുണ്ട്. വില്ലാസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇഷ്ടംപോലെ വില്ലാസും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെയെങ്കിലും ഇങ്ങനെ ഡൽഹിയിൽ വന്നിട്ട് ഒരു ഔട്ട്സ്കേർട്സ് ഓഫ് സിറ്റി വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിലാക്സ് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനത്തെ ഫാം ഏരിയാസ് നിങ്ങൾക്ക് എടുക്കാം. ഇവിടെയും പണ്ടാറും ഫ്ലൈറ്റ് കണ്ട. നമ്മളെ വൈഫ് ഫുൾ ഫോമിൽ ഇങ്ങനെ അവളുടെ ബ്രദറിൻ്റെ വണ്ടിയിലിരുന്നിട്ട്, ഇറ്റ്സ് നോട്ട് ഫോട്ടോ, ഇറ്റ്സ് വീഡിയോ. യു വാണ്ട് ഫോട്ടോ? ഓക്കെ. ഫോട്ടോൻ്റെ ദിസ് മൈ കാർ. ഫോട്ടോൻ്റെ ക്രേസ് വിളിക്ക്. ഹോൾഡ് ഓൺ മോനെ. നവംബർ 10-11 എന്നിട്ടും ചൂട് കുറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇവിടെ. ഇപ്പോഴും 32-33 വരെ ഉണ്ട് ഡൽഹിയിൽ. ഈ സമയത്ത് നല്ലോണം വെയിൽ കൊള്ളുന്നുണ്ട്, നല്ലോണം. ഈ സമയത്തൊക്കെ ശരിക്കും 28-26 ഒക്കെയാണ് ഹയസ്റ്റ് വരേണ്ടത്. പക്ഷേ അവർ പറയുന്നത് പറഞ്ഞാൽ, ഞാൻ മീറ്ററോളജിക്കൽ ഇതിൽ നോക്കിയപ്പോൾ നമ്മുടെ ഹിമാലയ ഭാഗത്തു നിന്നുള്ള ഇതുണ്ടല്ലോ, മഞ്ഞ് വെയിലൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ലേറ്റ് ആവുന്നതൊക്കെ പറയുന്നത്. 4-5 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും തണുപ്പ് തുടങ്ങുക. അതും പറയാൻ പറ്റും. ഡൽഹിയിൽ തണുപ്പ് എപ്പോഴും അങ്ങനെയാണ്.
ഇന്ന് ചിലപ്പോൾ 32 എന്ന് വെച്ചാൽ നാളെ ചിലപ്പോൾ 24ഉം 25 ആവാനും സാധ്യതയുണ്ട്. എന്താണ് ഈ മരത്തുമ്പോൾ തൂങ്ങിക്കിടക്കുന്നത്? എന്നിവിടെ ഷോ ഉണ്ടായിട്ട് അതിൻ്റെ ഡെക്കറേഷനാണെന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ ബ്രദർ ഇൻ ലോ. അപ്പോൾ പാമിന് 3 ബ്രദേഴ്സ് ഉള്ളത്. ഇവനാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ഏറ്റവും ചെറുത് അവൻ്റെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. മൂത്തോൻ അവൻ ഉക്രൂരിൽ എന്ന് വെച്ചാൽ മണിപ്പൂരിൽ. ഇന്നുണ്ടല്ലോ എന്നെ ഫുള്ള് ഫോട്ടോഗ്രാഫർ ആക്കിയിരിക്കുക. കാരണം ഈ ക്യാമറയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല ഷാമി 14 അൾട്രയുടെ ക്യാമറയിൽ നിന്ന് ഞാൻ പോർട്രേറ്റ് മോഡിൽ എടുക്കുമ്പോൾ അത് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും പിടിച്ചിട്ട് എന്നെ കൊണ്ട് ഫോട്ടോ എടുക്കാൻ പറയാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനെടുത്ത ഫോട്ടോസ് കാണിച്ചു തരാം ഈ ക്യാമറയുടെ. എൻ്റെ മോനെ ഇപ്പോൾ നമ്മൾ കളിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. പക്ഷേ ഓൾറെഡി ഇവിടെ നമ്മുടെ കാര്യം ഗുരുതരത്തിലാണ്. കാരണം നല്ലോണം വേർക്കുണ്ട്, നല്ല വേർപ്പ്, നല്ല ചൂടുണ്ട്. ഇപ്പോൾ കളിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? ഇവിടെ എല്ലാവരും ഇപ്പോൾ ഇവിടെ വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് വാമപ്പ് ചെയ്തു. എൻ്റെ മോനെ ഇന്നത്തെ ഗെയിംസ് ഇത് ഭയങ്കര എന്താ ഫിസിക്കൽ എൻഡ്യൂറൻസ് ഗെയിംസ് ആയിരുന്നു കേട്ടോ. ഞാനും ആകെ താഴായി. എനിക്കൊരു പെയിൻ കില്ലർ എടുക്കേണ്ടി വന്നു. ഇപ്പോൾ ടഗ് ഓഫ് വാർ കിടക്കണേ. അടിപൊളി സംഭവം കേട്ടോ. ഇനി നടക്കാൻ പോണത് ഫുട്ബോൾ മാച്ച്. പെണ്ണുങ്ങളുടെ ഫുട്ബോൾ മാച്ച് ആദ്യം, പിന്നെ അത് കഴിഞ്ഞിട്ട് ആണുങ്ങളുടെ. പെനാൽറ്റി കിക്ക് ഔട്ട് ഗൈസ്. പാം പെനാൽറ്റി കിക്ക് ഔട്ടിൽ ഇന്ന് രാവിലെ കഴിഞ്ഞിട്ട് മാർക്കറ്റ് തുറന്ന സമയം മുതലിരുന്ന് 9:15 മുതൽ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ട്രേഡിങ് ചെയ്യുന്നത്. പക്ഷെ വളരെ ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ടാണ് ഞാനിന്ന് സ്റ്റോക്സിൻ്റെ ഇതിൽ ട്രേഡ് ചെയ്യുന്നത്. കാരണം ഞാൻ NRI ആയതുകൊണ്ട് എനിക്ക് 6 മാസം വരെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാണ്ട് എനിക്ക് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസിലൊന്നും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യാറുമില്ല ഓപ്ഷൻസിൽ. ഫ്യൂച്ചേഴ്സ് പിന്നെയും ഞാൻ ചെയ്യാറുണ്ട്. കമ്മോഡിറ്റീസാണ് മെയിൻ. കമ്മോഡിറ്റീസ് ഗോൾഡിൽ എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ HDFC ബാങ്കിൽ ഞാൻ ആക്ച്വലി ഇന്ന് ലോങ് എടുത്തു. ലോങ് എന്ന് പറഞ്ഞാൽ ഞാൻ ബൈ ചെയ്തു. അപ്പോൾ അത് ഓൾറെഡി പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ 2 ഡിമാറ്റ് അക്കൗണ്ടിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് Paytm ഇതിലും മണിയിലുണ്ട്, പിന്നെ ഒന്ന് Zerodhയിലും. ജിയോജീത്തിൻ്റെ എനിക്ക് ഇതുവരെ ട്രേഡിംഗ് വ്യൂവിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും ജിയോജീത്ത് ബ്രോക്കറേജ് എന്ന് വെച്ചാൽ അതിനെ ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നത്, പിന്നെ നമ്മൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും ട്രേഡിംഗ് വ്യൂ ത്രൂ ഒന്ന് പറയണം പ്ലീസ്. അപ്പോൾ ഇതാണ് എൻ്റെ Paytm മണിയുടെ അക്കൗണ്ട്. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാം. ഞാൻ ഓൾറെഡി 9.75 റുപ്പീസ് പ്രോഫിറ്റിലാണ്. പിന്നെ എൻ്റെ HDFC ബാങ്കിൻ്റെ ഇതാണ്. അപ്പോൾ ഞാൻ രാവിലെ 9:15 വീണാം. ഇത് 52 ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുന്ന പൊസിഷൻ. ബേസിക്കലി കുറച്ച് കഴിഞ്ഞാൽ
എനിക്ക് തോന്നുന്നു ഇവിടം വരെ മാർക്കറ്റ് ഇവിടം വരെ വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ വരുമ്പോൾ ഞാനിത് സെല്ല് ചെയ്യും. അപ്പോൾ എനിക്കെൻ്റെ പ്രോഫിറ്റ് അവിടെ വരെ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടം വരെ എത്തുമ്പോൾ ഞാൻ നോക്കും. അപ്പോൾ ഞാൻ 5 സ്റ്റോക്സാണ് എടുത്തിരിക്കുന്നത്, 5 ഷെയർസ് 5 സ്റ്റോക്സ്. ഇവിടം വരെ പോകണമെന്നാണ് തോന്നുന്നത് ഇപ്പോൾ എൻ്റെ ഇതനുസരിച്ചിട്ട്. പക്ഷേ ഇവിടം വരെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ അവർ 2 വെക്കും, പിന്നെ ഒരെണ്ണം പിടിച്ചു വയ്ക്കും, നോക്കട്ടെ. അപ്പോൾ ബേസിക്കലി ഞാനിപ്പോൾ പേടിഎം മണിയിലാകാൻ 2500 രൂപ ഇട്ടിട്ടുള്ളൂ, 2500 രൂപ മാത്രം. പക്ഷേ എൻ്റെ ജിറോദയിൽ 5000 രൂപ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മാത്രമേ ഞാനിപ്പോൾ ട്രേഡിങ് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ റിസ്ക് എടുത്തിട്ടില്ല അധികം. അപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചെറിയ എമൗണ്ട് വെച്ചിട്ട് ഞാൻ ഇവിടുത്തെ, കാരണം അവിടുത്തെ ട്രേഡിങ് എനിക്ക് അറിയായിരുന്നു എങ്ങനെയാണ് എന്നൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ സ്റ്റോക്സിൻ്റെ എനിക്ക് അറിഞ്ഞിരുന്നത്. പക്ഷേ നമുക്ക് ചാർട്ട് വായിക്കാൻ അറിയുമെന്ന് വെച്ചാൽ പിന്നെ ഇത് ഓൾമോസ്റ്റ് എവറിത്തിങ് ഇസ് സെയിം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ട്രേഡിങ് ചെയ്യണത്. ഞാൻ ആരോടും ചെയ്യാൻ പറയണില്ല, റിസ്ക് ചെയ്യണത്. ഞാനും പഠിച്ചപ്പോൾ എനിക്കും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഞാനത് തിരിച്ചു പഠിച്ചു. സോ യു ഹാവ് ടു ബി വെരി പെർട്ടിക്കുലർ ടു കൺട്രോൾ യുവർ ഗ്രീഡ്, ടു കൺട്രോൾ യുവർ ഇമോഷൻസ് വൈൽ ട്രേഡിങ്. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ സാധനമാണ്. പിന്നെ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ന്യൂസും ഇതൊക്കെ നമ്മൾക്ക് നോക്കിക്കൊണ്ടിരിക്കണം. മാർക്കറ്റിൻ്റെ വാല്യൂ എന്താണ്, മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ന്യൂസ് എപ്പോഴും എൻ്റെ ഇതിൽ ഓണാണ്. ബേസിക്കലി ഞാൻ CNN അല്ല, എന്താ CNBC അതാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതിൽ ബിസിനസ്സിൻ്റെ എന്ത് ന്യൂസ് ഉണ്ടോ അത് വരും. അതനുസരിച്ചിട്ടാണ് നമ്മൾ കുറേ ഐഡിയാസ് നമുക്ക് കിട്ടും. മോനെ ഇന്ന് HDFC ബാങ്ക് തകർത്തു. ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതലിരുന്നായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ പഠിക്കല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടുത്തെ സ്റ്റോക്കിനെ പറ്റി എനിക്ക് അധികം അറിഞ്ഞിടുന്നു, ഞാൻ പറഞ്ഞതല്ലേ. പക്ഷേ ഇപ്പോൾ HDFC ബാങ്ക് ഇന്ന് എൻ്റെ അനാലിസിസ് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ HDFC ബാങ്ക് മുകളിൽ പോകുന്ന എനിക്കുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് തന്നെ ഇന്ന് സംഭവിക്കുകയും ചെയ്തു. ഞാൻ കാണിച്ചിട്ടാ, ഇത് കണ്ടാൽ മോനെ HDFC ബാങ്കിൻ്റെ പോക്ക് കണ്ട. ഞാൻ ആക്ച്വലി പേടിഎം മണിയുടെ ഇത് ആക്ച്വലി കുറേ ലേറ്റായിട്ടുണ്ട് ഇട്ടത്. പക്ഷേ ഞാൻ സീറോദയിൽ ഞാൻ നേരത്തെ ഇട്ടു. ഞാൻ ഇവിടെ നിന്നാണ് കണ്ടിട്ടത് പൊസിഷൻ ആക്ച്വലി. അപ്പോൾ സീറോദയിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 68 റുപ്പീസ് പ്രോഫിറ്റിലാണ്. പിന്നെ ഇതിൽ 35. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടം വരെ പോകുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ഞാൻ പിടിച്ചു വെച്ചു. ഇനി എനിക്ക് തോന്നുന്നു മാക്സിമം ഇവിടം വരെ പോകാൻ പറ്റും, ഈ റെസിസ്റ്റൻസ് വരെ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസ് വരെ. ലെറ്റ്സ് സി ഹൗ ഫാർ ഇറ്റ് ഗോസ്. ഓക്കെ, നമ്മൾക്ക് ഇവിടെ എത്തുമ്പോൾ 1788.10 പ്രൈസ് എത്തുമ്പോൾ ഈ ട്രേഡ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 40 റുപ്പീസിൽ പ്രോഫിറ്റിലാണ് പേടിഎം മണിയിൽ. പിന്നെ HDFCയുടെ സീറോദയിൽ 72 റുപ്പീസിൽ പ്രോഫിറ്റ്. അപ്പോൾ ഇതിൽ എനിക്ക് ട്രേഡിംഗ് വ്യൂ ചാർട്ട്, ബേസിക്കലി ഞാൻ ട്രേഡിംഗ് വ്യൂ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, ഇതൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ട്രേഡിംഗ് വ്യൂ ചാർട്ട് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും അനാലിസിസ് ചാർട്ടിൻ്റെ. അതനുസരിച്ചിട്ട് ഇവിടെ, കാരണം 1 ഡേ ബിഫോറുള്ള ചാർട്ട് നോക്കിയപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്, പ്രീവിയസ് മന്തിൻ്റെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ചിലപ്പോൾ അടിയിൽ പോകാൻ വഴിയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വരെ എത്തിയിട്ട് പിന്നെ അത് അടിയിലേക്ക് പോകും. പിന്നെ അത് തിരിച്ച് ഇവിടെ വരാൻ വഴിയുണ്ട് ഈ റെസിസ്റ്റൻസിൽ, പിന്നെ മുകളിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. സോ ദാറ്റ്സ് വാട്ട് റൈറ്റ് നൗ മൈ അനാലിസിസ് സേസ്.